കസാക്കിസ്ഥാൻ ഏഷ്യയുടെ സ്വിറ്റ്സർലൻഡ് എന്ന് വിളിക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിങ്ങും ആ ഒരു ഏഷ്യൻ യൂറോപ്യൻ കൾച്ചറും അമേസിങ് ഫുഡും എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. UAE-ലുള്ളവർക്ക് വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ എയർലൈൻസിൽ ഒരെണ്ണമാണ് വിസ് എയർ. ഞങ്ങൾക്ക് ഏകദേശം 600 ദിറംസ് ആണ് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റിന് റേറ്റ് വന്നത്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സീസണും ടൈമും അനുസരിച്ച് ഫെയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കസാക്കിസ്ഥാനിലെ അൽമാട്ടിയിലാണ് ഇനി നമ്മൾ അടുത്ത 5 ഡേയ്സ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 4.5 മണിക്കൂർ യാത്രയാണ് നമ്മളിനി കാത്തിരിക്കുന്നത്. വിസ് എയറിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രത്യേക 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ മസ്റ്റായിട്ടും ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിരിക്കണം. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലഗേജ് സൈസ് റെസ്ട്രിക്ഷൻസ്. ഈ ഒരു സ്റ്റാൻഡിൽ നമ്മൾ നമ്മളുടെ ലഗേജ് മസ്റ്റായിട്ടും ഫിറ്റ് ചെയ്യണം. ഈ പറഞ്ഞ 2 കണ്ടീഷൻസ് നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അഡീഷണൽ കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വരും. അങ്ങനെ എയർപോർട്ടിലെല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് ലോഞ്ചും നന്നായിട്ട് ഫുഡും കഴിച്ചു. ബാക്കി വിശേഷങ്ങൾ അൽമാട്ടിൽ വെച്ച്. അങ്ങനെ നമ്മൾ അൽമാട്ടി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് ഇവിടെ 14 ഡേയ്സ് വരെ വിസ ഫ്രീ ആണ്. അങ്ങനെ എയർപോർട്ടിലെത്തി നമ്മൾ ഫസ്റ്റ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഡോളേഴ്സ് ആവശ്യത്തിന് കുറച്ച് ഇവിടുത്തെ കറൻസിയിലോട്ട് മാറ്റുക എന്നുള്ളതായിരുന്നു. ഇതാണ് കസാക്കിസ്ഥാനിലെ കറൻസി, ടെങ്കെ. $1 510 ടെങ്കെ. ഈ ഒരു റേറ്റിലാണ് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട്. തൊട്ടപ്പുറത്തെ കടയിൽ തന്നെയാണ് നമുക്ക് സിമ്മും വാങ്ങാൻ കിട്ടുക. $10 അല്ലെങ്കിൽ 5000 ടെങ്കെ കൊടുത്താൽ നമുക്ക് അപ് ടു 40 GB ഡേറ്റ. പക്ഷേ ഇതിൽ പ്രത്യേകം എടുത്തു തരേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ടിക്ടോക്ക്, യൂട്യൂബ് എല്ലാം അൺലിമിറ്റഡ് ആണ് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമ്മളെ ഡ്രൈവറും വണ്ടിയും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് എല്ലാ ദിവസത്തേക്ക് വേണ്ട അക്കോമഡേഷനും പിന്നെ 3 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും ഓൾറെഡി ഒരു മലയാളി ഗൈഡ് ത്രൂ നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി നമ്മളെ യാത്ര സാത്തി വില്ലേജിലോട്ടാണ്. ഏകദേശം 3.5 മണിക്കൂറിൻ്റെ മുകളിൽ യാത്ര ചെയ്യാനുണ്ട്. സാത്തി വില്ലേജിലായിരിക്കും നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. 2023 യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ഈ ഒരു ചെറിയ ഗ്രാമത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസം വില്ലേജസിലായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. കസാക്കിസ്ഥാനിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് സ്പോട്ട്സായ കാൻഡി ലേക്ക്, കൊൽസെ ലേക്കൊക്കെ ഈ വില്ലേജിൻ്റെ അടുത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒട്ടുമിക്ക ലോക്കൽസ് എല്ലാം ടൂറിസം ബിസിനസ്സിൽ എൻഗേജ്ഡ് ആണ്. ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് 2 ഭാഷയാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കസാക്കും പിന്നെ റഷ്യനും. പോകുന്ന റൂട്ടിൽ ഇവിടുത്തെ ട്രഡീഷണൽ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞപ്പം നമ്മളെ ഡ്രൈവർ നമുക്ക് നിർത്തി തന്ന സ്പോട്ടാണിത്. ഈ റെസ്റ്റോറൻറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സ്റ്റാഫ് ഫ്രഷ്ലി ബേക്ക് ചെയ്ത സ്നാക്സ് ഒക്കെ കൊണ്ടുവന്ന് വെക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആക്ച്വലി ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോൾ നമുക്ക് ആദ്യം ഫേസ് ചെയ്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആയിരുന്നു. കാരണം അവരുടെ മെനു, സ്റ്റാഫ് ആർക്കും ഇംഗ്ലീഷ് അത്ര വലിയൊരു പിടുത്തമല്ലായിരുന്നു. പിന്നെ തൊട്ടടുത്ത ടേബിളിൽ ഇരിക്കുന്ന വേറൊരു കസ്റ്റമറെ വിളിച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേണ്ട ഫുഡ് ഓർഡർ ചെയ്തത്. കസാക്കിസ്ഥാനിൽ ചായ കുടിക്കാൻ പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ബൗളിലാണ് അവർ ചായ സെർവ് ചെയ്യുക. ഇതാണ് ഇവിടെ കിട്ടുന്ന ബ്രെഡ്. നമ്മളിവിടുത്തെ കുബൂസ് പോലെ അവിടെ ആൾക്കാർ കഴിക്കുന്ന ബ്രെഡാണിത്. ഇനി നമ്മൾ ഓർഡർ ചെയ്ത കുറച്ച് ഡിഷസ് കാണാം. ചില ഡിഷസൊക്കെ ഇവിടുത്തെ ഷെഫ് റെക്കമെൻഡ് ചെയ്തായിരുന്നു. ഫോർ എക്സാമ്പിൾ ഈ കാണുന്നത് ഇത് ലാമ്പും കുറച്ച് വെജീസും കൂടി ചേർന്നൊരു ഡിഷാണ്. ഇത് ബീഫ് പുലാവ്. ഇത് നമ്മൾ ഒട്ടുമിക്ക എല്ലാ റെസ്റ്റോറൻറ്റ്സിലും കയറിയപ്പോൾ ഓർഡർ ചെയ്തൊരു സാധനമായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഡിഷിൻ്റെ പേര് കുർദാക്ക് എന്നാണ്. ഇതായിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഭയങ്കര ടെൻഡർ ലാമ്പായിരുന്നു. ഇത് ചിക്കൻ വിത്ത് മഷ്റൂംസ്. കുഴപ്പമില്ലാത്ത ടേസ്റ്റ്. ഈ ഓരോ ഡിഷിനും ഏകദേശം 2500 to 3000 ടെങ്കയായിരുന്നു കേട്ടോ റേറ്റ്. ഇനിയും നമ്മുടെ ഡെസ്റ്റിനേഷനായ സാത്തി വില്ലേജിലോട്ട് ഒരുപാട് പോകാനുള്ളതുകൊണ്ട് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചു. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അവിടുത്തെ ഒരു ഐസ് ടീ, പിന്നെ ട്രൈ ചെയ്ത റൈറ്റാണ് ഈ ഒരു ചോക്ലേറ്റ്. ആക്ച്വലി കസാക്കിസ്ഥാനിൽ വരുന്ന എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം.
കാരണം ഇവിടുത്തെ കൂടുതൽ ആളുകൾക്കും ഇംഗ്ലീഷായിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ല. കാരണം അവർ കസാക്ക് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ റഷ്യൻ ലാംഗ്വേജാണ് അവർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഞങ്ങളുടെ ഐറ്റിനറി പോലും ഇല്ലാണ്ട് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് കിട്ടിയൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. നല്ല പീസ്ഫുൾ, അങ്ങനെ ആരും തിരക്കില്ലാത്ത ഒരു ഏരിയ ആയിരുന്നത്. ആക്ച്വലി ഒരു 3.5-4 മണിക്കൂറുള്ള യാത്രയാണെങ്കിലും സാത്തി വില്ലേജ് എത്തുന്നവരെ ടൈം പോയത് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. കാരണം വളരെ അടിപൊളി സൈറ്റ് സീയിങ്ങും അവരുടെ കൃഷികളും ഫാമുകളും ഒക്കെ കണ്ടുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു. ഇന്നത്തെ ഐറ്റിനറികളിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിലും നമ്മളെ ഡ്രൈവർ നമുക്ക് ബ്ലാക്ക് കാനിയോൺ കാണാൻ വേണ്ടി നിർത്തി തന്നു. ആൽമാട്ടിയിലെ വൺ ഓഫ് ദ അട്രാക്ഷനിൽ പെടുന്നതാണ് ബ്ലാക്ക് കാനിയൺ. നമ്മൾ നാളെ എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ സാത്തി വില്ലേജിലുള്ള യാത്ര വീണ്ടും തുടരുകയാണ്. അങ്ങനെ ഒരുപാട് യാത്രയ്ക്ക് ശേഷം നമുക്ക് ഇവിടുത്തെ ലോക്കൽസിൻ്റെ വീടുകളൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ നേരെ ഇരുട്ടപ്പോഴത്തേക്കും നമ്മൾ സാത്തി വില്ലേജിലകത്തോട്ട് കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മളെ സാത്തി വില്ലേജിലെ സ്റ്റേ വരുന്നത്. ഇത് ഇവിടുത്തെ ഉള്ള ലോക്കലിൻ്റെ വീടും അതിനടുപ്പിച്ച് തന്നെ 2 എയർ ഫ്രെയിമും. ഇനി നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവരെ വീട്ടിൽ വെച്ച് തന്നെ അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. ഇതിൽ ആക്ച്വലി ഡിന്നറും അവർ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരും. പക്ഷെ നമുക്ക് ഇവിടുത്തെ പുറത്തെ ഫുഡ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളത് എടുത്തിട്ടില്ല. ഇനിയൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകണം. ഇത് ഇവരെന്നെ ഇവിടെ വളർത്തുന്ന പെറ്റാട്ടോ. ആള് ഭയങ്കര സൈലൻ്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ റൂം ഒന്ന് കാണാം. ഒരു 5 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റിയ സൗകര്യം ഒരു എയർ ഫ്രെയിമിലുണ്ട്. നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ഫാമിലി നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുമുണ്ട്. താഴെ ഒരു സോഫ കം ബെഡും കൂടെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ബെഡും ഉണ്ട്. മേലത്തെ ഫ്ലോറിലാണെങ്കിൽ 2 പേർക്ക് കിടക്കാൻ പറ്റിയ ബെഡ് സ്പേസും സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇനി പുറത്തോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ റൂം പോയിട്ട് ഇന്ന് റെസ്റ്റ് എടുക്കും. കാരണം നാളെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതും സാത്തി വില്ലേജിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചതും വൺ ഓഫ് ദ മെയിൻ റീസൺ നാളത്തെ ദിവസമാണ്. അൽമാട്ടിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ നാളെ നമ്മൾ കാണാൻ പോകുന്നു. അങ്ങനെ നിങ്ങളൊക്കെ ഈ സ്ഥലങ്ങൾ കാണിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റോടു കൂടി ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. So stay tuned for the next video.